ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു PR-ന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഒരുപാട് കമൻറ്റ് വന്നു. നിങ്ങൾ എങ്ങനെ ഈ 5 വർഷം പിടിച്ചു നിന്നു, അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോവാം, നിങ്ങൾ ഇവിടെ തിന്നോ, ടിക്കറ്റ് ടു ഹെവൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു 5 വർഷം ഞങ്ങളിവിടെ പിടിച്ചു നിന്നതെന്നൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ ഇന്നത്തത്, അല്ലേ? അപ്പം തുടങ്ങി. അപ്പൊ വീഡിയോയുടെ നമ്മൾ സത്യം പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ എല്ലാം ഒരു കോയിന് 2 വശം ഉണ്ടല്ലോ. അതുപോലെയാണ് ഞങ്ങളുടെ UK ജീവിതം. അതായത് നമ്മള് ഇപ്പൊ ഞങ്ങൾ എന്താ പറയാ, ഓരോ സംഭവത്തിനും അപ്പ് ആൻഡ് ഡൗണുകൾ ഉണ്ട്. അതെ 2 വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഉണ്ട്. അതായത് നല്ലതും ഉണ്ട്, അതുപോലെ തന്നെ മോശമുണ്ട്. ഇപ്പൊ ഞങ്ങളാണെങ്കിൽ നമ്മളൊരു നോർമൽ ലൈഫിൽ ജീവിച്ചോണ്ടിരുന്നതാണ് നാട്ടിൽ. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പം ഞങ്ങൾക്ക് ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ തന്നെ പറയാം. എന്താ പറയാ, ഞാൻ ഇങ്ങനെ പിടിച്ചാൽ കൈ വേദനിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ഇടയിൽ കയറി പറഞ്ഞു കഴിഞ്ഞാല് അത് കലപിലാവും. ആ കമന്റും ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ. അപ്പം എന്റെ ഒരു ഞങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായമാണ് കേട്ടോ. അഭിക്ക് എന്തെങ്കിലും അഭിപ്രായം? ഞാൻ പിന്നെ പറയാം, എന്റെ അഭിപ്രായം പറയാം. അപ്പൊ ഒരു കോയിന് 2 വശം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ പഠിച്ചിറങ്ങിയതേ ഉള്ള ഒരു ആവറേജ് ഒരു ഫാമിലി ആയിരുന്നു. നാട്ടിൻപുറത്തെ ഒരു ലൈഫിൽ നിന്ന് നമ്മൾ UK-ലോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ സാലറിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു എന്ന് തോന്നിയപ്പോൾ ബെറ്റർ ഒരു നല്ലൊരു സാലറി അല്ലേ, നമുക്ക് നാട്ടിൽ കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ നല്ല സാലറി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ലൊരു തരക്കേടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്നെന്ന് തോന്നി. പക്ഷെ പിന്നെയാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ആണെങ്കിലും റിയാലിറ്റിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ കിട്ടുന്ന സാലറി എങ്ങോട്ട് പോകുന്നു എന്ന് അറിയുന്നില്ല എന്നൊരു അവസ്ഥ വരുമല്ലോ. ആ ഒരു അവസ്ഥയും ഇതിനുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ നിൽക്കണോ പോണ്ടയോ. സത്യം പറഞ്ഞ് ഈ വരുന്ന കമന്റുകളൊക്കെ നമ്മുടെ മൈൻഡിലൂടെയും വന്ന കമന്റുകളാണ് അല്ലേ. എനിക്ക് ഇവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ഒരാളുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഞങ്ങളല്ല എന്ത് ചെയ്യണം. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ നെല്ലിക്ക തിന്നുമല്ലോ, അപ്പൊ മധുരിച്ച് ചിലത് അങ്ങനെ എന്ത് സാധനമാണെങ്കിൽ മധുരിച്ചിട്ട് ഇറക്കാനും. നെല്ലിക്ക ആദ്യം തിന്നുമ്പോ കഴിക്കും, പിന്നെ മധുരിക്കും. അത് വേറെ ഇത് നീ ഉദ്ദേശിച്ചത് ഏതാണെന്നറിയോ? മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞാൽ അത് വേറെ കേട്ടോ. നെല്ലിക്ക വേറെ, ക്ഷമിക്കണം, അറിയില്ലാത്തോണ്ടാണ്. അപ്പൊ ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാല്. അപ്പൊ ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മാത്രം അഭിപ്രായം കേട്ടോ. അപ്പൊ ഓരോരുത്തർക്കും അല്ലെങ്കിൽ എന്താ പറയാ, ഓരോരുത്തരുടെയും ജീവിത രീതികളൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളും വ്യത്യാസമായിരിക്കും അല്ലെ. അപ്പം ഞങ്ങൾ ആ കമന്റുകൾ നോക്കിയിട്ട് അതിനുള്ള ഒരു ഇതായിട്ടാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഞങ്ങളുടെ ഒരു ഇതും കൂടിയാണ് പറയുന്നത്. പലരും തെറി പറയാൻ നിൽക്കരുത് ഞങ്ങളെ. ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല, ഞങ്ങൾക്ക് തോന്നിയത് പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പലതവണ ആലോചിച്ചിട്ടുണ്ട് തിരിച്ചു പോയാലോ. എന്നിട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വലിയ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും തിരിച്ചു പോയിട്ട്. ഇനിയും ഈ പറഞ്ഞ പോലെ തിരിച്ചു പോകണമെങ്കിൽ വന്നിട്ട് 1 വർഷം കഴിയുമ്പോൾ പോകണമായിരുന്നു. ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ ടച്ചും കാര്യങ്ങളെല്ലാം വിട്ടുപോയി, ടച്ച് വിട്ടു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇനി തിരിച്ചു പോയി കയറാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ഒരു മടി, അത് വേറൊരു കാര്യം. പിന്നെ ഇപ്പൊ എന്റെ ഇതിൽ കയറാനാണെങ്കിൽ തന്നെ അവിടെ കിട്ടുന്ന സാലറി നമ്മുടെ ലൈഫ് ഓക്കെ ആവുമോ അങ്ങനെയൊക്കെ ഒരു ഇത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മിന്നു പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു നാട്ടിൻപുറത്തുകാരായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നി ആദ്യമൊക്കെ. ഇപ്പോഴും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അല്ല പറയുന്നത്, ജീവിച്ചു പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ സേവിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളുടെ അടുത്തില്ല. ഇപ്പൊ ഞങ്ങളെ വീഡിയോ മുന്നേ കാണുന്നവർക്ക് അറിയാം നമ്മുടെ ലൈഫ് ഇവിടെ എങ്ങനെയാ പോകുന്നത്, അല്ലെ എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ തിരിച്ചു പോയാൽ തന്നെ ഞങ്ങൾ പോകേണ്ടത് മുംബൈയിലേക്കാണ്. മുംബൈയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് 6 ദിവസം ഡ്യൂട്ടി ഉണ്ട്, മിന്നുവിന് 6 ദിവസം ഡ്യൂട്ടി ഉണ്ട്. അവിടെ പിന്നെ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടണം. പിന്നെ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇതാണെന്നല്ല പറയുന്നത്, സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ്. ഒരാൾ ലീവ് എടുക്കും, ഒരാൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അങ്ങനെ സ്വാപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പല സമയങ്ങളിലും ആഴ്ചയിൽ ഒരു തവണ മാത്രം കാണുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇനി വരാനിരിക്കുന്നു. ഞങ്ങൾക്ക് ആ ഒരു സമയം വന്നിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ആ ഒരു സമയത്തൊക്കെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ വിഷാദ രോഗം വന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വിഷാദ രോഗം ആക്ച്വലി ഇങ്ങനെ ഒരു അതായത് നമ്മൾ അങ്ങനെ ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനൊക്കെ കൂടെ നമ്മൾ കൊണ്ട് നിർത്തിയത് കൊണ്ട് നമുക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു 3-4 വർഷമായിട്ട് വീട്ടുകാരെ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ഒരു മാക്സിമം 2-3 മാസത്തെ ഗ്യാപ്പ് കഴിയുമ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ അവരെ കൊണ്ടുവരാറുണ്ടായിരുന്നു ഇതുവരെ. അപ്പൊ ഇനി മുതൽ അങ്ങോട്ടേക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സ്ട്രഗിളും കാര്യങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞ് പഠിക്കാൻ പോകുമ്പോൾ അതിനനുസരിച്ചൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്നൊന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ പോകുന്നു പറഞ്ഞവരൊക്കെ ബൈ അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ പെട്ടു. ഇവിടെ കുറെ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചൈൽഡ് കെയർ ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടൊരു ഇഷ്യൂ വരുന്നത്. ഇപ്പം
ചിലരിപ്പം ഒരു രസമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു നാടാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ കരിയർ നമുക്ക് ഓവർ ടൈം ചെയ്യാം, എക്സ്ട്രാ ടൈം ചെയ്തൊക്കെ നമുക്ക് കാശ് ഉണ്ടാക്കാം, ഇഷ്ടംപോലെ ഉണ്ടാക്കാം. അത് പ്രത്യേകിച്ച് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു കുഞ്ഞൊന്നും ഇല്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇതാക്കാം. പക്ഷെ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ ഇച്ചിരി പറയും പോയിട്ട് മാത്രം കാര്യമില്ലല്ലോ. കാശൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതം തീർന്നിട്ടുണ്ടാവില്ലേ. ഒരു 40-45 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞു, പിന്നെ എന്ത് ജീവിതം. അപ്പൊ അതുകൊണ്ടൊക്കെ അപ്പം എന്താ പറയാ, അപ്പൊ നമ്മൾ ഈ കമന്റിന് പിന്നെ എന്താ നമ്മൾ റിപ്ലൈ കൊടുക്കണ്ടേ അല്ലേ? അതെ, നിങ്ങളിപ്പോ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ ഒരു വഴി പറഞ്ഞു തരുമെന്ന് ചോദിച്ചവരോട് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യുക. അല്ലാതെ ഇപ്പം ഇവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾ 5 വർഷം തന്നെ ഇനി ഒരു തിരിച്ചു പോക്കുണ്ടോന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ വന്ന് പെട്ട വഴിയിൽ ഇനി ഒരു തിരിച്ചു പോക്കില്ല എന്ന് പറയുന്ന പോലെയാണ് അവസ്ഥ അല്ലേ? അതെ. അപ്പം എന്താ പറയാ, കിട്ടിയ ജീവിതം നമ്മൾ ആസ്വദിക്കുക, ജീവിക്കുക. അല്ലാതെ ഇനിയിപ്പം നാളെ നല്ലത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. ഈ നമ്മുടെ ആ ഒരു മൊമെന്റ് നമ്മൾ ജീവിക്കുക. അപ്പൊ അതില് പ്രശ്നങ്ങൾ ഉണ്ടാവും, സന്തോഷങ്ങൾ ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാവും. അത് നോക്കിയിട്ട് കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്ന് ചീഞ്ഞാലും ഒന്നിന് വളമാവും പറയത്തില്ലേ, ആ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. അതിന് നീ പറഞ്ഞു ഇടയിൽ കയറരുത്, ഇടയിൽ കയറി ആൾക്കാർ തെറി വിളിക്കും. അല്ല, ഇടയിൽ കയറുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ വർക്ക് എന്നും പറഞ്ഞിങ്ങനെ അല്ലെങ്കിൽ പൈസ എന്ന് പറഞ്ഞ് ജീവിക്കാതെ കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി. അതെ, അങ്ങനെ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് വീട്ടിലേക്ക് അല്ലെ ഓടേണ്ടി വരില്ല. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ആ കമന്റ് ഇട്ട ആൾക്കാരുടെ അതിനായിട്ടാട്ടോ ഈ റിയാക്ഷൻ വീഡിയോ പോലെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടെ സ്വർഗമാണ് അല്ലെ നാട്ടിൽ സ്വർഗമാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അല്ല, എവിടെയാണെങ്കിലും അതിന് അതിനേതായ ഈ ഫോൺസും ക്രോൺസും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ. അല്ല, ഇപ്പൊ ഏത് രാജ്യത്താണെങ്കിലും എവിടെ പോയാലും ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചാന്നുള്ള ആ ഒരു സെയിം അവസ്ഥയാണ്. നമ്മൾ നാട്ടിൽ നിന്നപ്പോ വിചാരിച്ചു എവിടെങ്കിലും ഒന്ന് വിദേശത്ത് ചെന്ന് പെട്ടാ മതി. അങ്ങനെയൊന്നും പറയുന്നില്ലട്ടോ, ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ തമാശ രീതിയിൽ പറയുന്നതാണ്. എവിടെയെങ്കിലും വിദേശത്തൊന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ 2 ലക്ഷം സാലറി അടിപൊളിയായി ജീവിക്കാന്ന്. പക്ഷെ നമ്മള് വിചാരിക്കും നമുക്ക് സാലറി കിട്ടുന്ന പോലെ തന്നെ നമുക്ക് എന്താണ് ഇതുകൊണ്ട് എന്താണ് ചെലവും അതിനനുസരിച്ച് വരുന്നുണ്ട് കേട്ടോ. ചെലവും വരും. അതായത് ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ താമസിക്കുന്ന വീടിന് തന്നെ 1200 പൗണ്ടാണ് ഒരാളുടെ സാലറി എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ സാലറി എന്റെ കൈ കിട്ടുന്ന 2000 പൗണ്ടാണ്. അപ്പോൾ 1200 പൗണ്ട് അതിനകത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി 800 പൗണ്ടാണ് ഉള്ളത്. നമുക്ക് കൗൺസിൽ ടാക്സ്, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്. വിചാരിക്കാം അപ്പൊ അടുത്ത ഒരാളുടെ സാലറി നിങ്ങൾക്ക് സേവ് ചെയ്തുകൂടെയെന്ന്. അത് സേവ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഇവിടെ അല്ലാത്ത ചെലവുകളുണ്ടല്ലോ. നമുക്ക് വണ്ടിയുണ്ട്, ഇൻഷുറൻസ് വരുന്നുണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ചെലവ് വരുന്നതാണ്. ഗ്രോസറി മേടിക്കാൻ പോകുമ്പോൾ ഒരു 100 പൗണ്ട് തീരും. അങ്ങനെ നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. നമുക്ക് ആദ്യം വരുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മൾ റിയാലിറ്റിയോട് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് നാട്ടിലാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ഇപ്പൊ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ മുംബൈ പോവാണെങ്കിലും ഇവിടെ ആണെങ്കിൽ എനിക്കിപ്പോ 3 ദിവസം ഡ്യൂട്ടിക്ക് പോയാൽ മതി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ 6 ദിവസം ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. അതല്ലെങ്കിൽ നല്ലൊരു ഇതെന്ന് പറയുന്നത് കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചിട്ട് ഒരു ഫാം ഒക്കെ ചെയ്യുവാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും അല്ലേ? നമുക്കത് ചെയ്താലോ? ഫാം മേടിച്ചിട്ട് മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കണല്ലോ ആദ്യം. അതെ, അന്നേരത്തേക്ക് 10-40 വയസ്സാവും. അത് ഉണ്ടാക്കാൻ വേണ്ടി 10 വർഷം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മള് ഓവർ പൈസയുടെ പുറകെ ഒന്നും പോവാതെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ വലിയ സേവിങ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഓക്കെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും, അതായത് ഇവിടുന്ന് രക്ഷപ്പെടാൻ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലാതെ നാട്ടിൽ പോയാൽ രക്ഷപ്പെടുക, അത്ര തന്നെ അല്ലേ? അതെ, അത്യാവശ്യം എവിടെയെങ്കിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യുക. ഒഴിവ് സമയം കിട്ടുമ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ, സമയം കിട്ടുവാണെങ്കിൽ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളവർക്കൊക്കെ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് ഇതിങ്ങനെ ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കമന്റ് വന്നു അതിനങ്ങനെ അല്ലേ? PR കിട്ടി കഴിയുമ്പോഴത്തേക്കും എന്താ പറയാ, എങ്ങനെ നിങ്ങൾ 5 വർഷം നിന്നോ, ഞങ്ങൾ പോവാണെന്ന് നമ്മളിത് പറഞ്ഞു തന്നെ പിന്നെ പറയുന്നുണ്ടെന്നൊരു ഡൗട്ട് ഉണ്ട്. ഞങ്ങൾ 3 വർഷം ആയതേ ഉള്ളൂ തിരിച്ചു പോവാന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലാവും അത്, കാരണം ആസ് എ ഒരു നോർമൽ ആവറേജ് ഫാമിലി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കത് മനസ്സിലാകും. ഞങ്ങൾക്കതല്ല, ഇവിടെ നോക്കിയാലുള്ള എല്ലാ ഫാമിലിക്കും മനസ്സിലാകുമായിരിക്കും അല്ലേ? പക്ഷെ നാട്ടിൽ നിന്ന് കാണുന്നവർ വിചാരിക്കും നാട്ടിൽ നിന്ന് നമ്മൾ ഇനി ആരും വരണ്ടെന്നുള്ള രീതി പറയുന്നത്. അങ്ങനെയൊന്നും അല്ല. നമ്മള് അത് ഞങ്ങളും വിചാരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ആരെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് വിളിച്ചറിയുമ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് പോകുന്ന രക്ഷപ്പെടാൻ പാടില്ല, അതുകൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഒരു ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയാ ലൈഫിന്റെ ഇത് മനസ്സിലാവും, ഗ്രാഫ് മനസ്സിലാവും. ഇപ്പം ഒരു സ്കിൽഡ് വർക്ക് വിസയിലൊക്കെ വരുന്നവർക്ക് പിന്നെ നോക്കിയാണ്. പക്ഷേ ഒരു സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്ന് അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ട് ചോദ്യത്തിനകത്ത് നിൽക്കുവാണ് അവരെല്ലാരും. PR കിട്ടുമോ,
അതേപോലെ ഇനി അതും എടുത്ത് കളയും. ഇപ്പോൾ കേരള വിസയിൽ വന്നവരുടെ ആണെങ്കിലും കുറേ പേരുടെ ഡിപ്പെൻഡൻസിന് ഇപ്പോൾ അവർ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ഈ ഒരു 5 വർഷവും ഈ പറഞ്ഞ കെയർ വിസയിലൊക്കെ ഉള്ള ഒരു ടെൻഷൻ അടിച്ച് എന്തുമാത്രം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു അല്ലേ? എനിക്ക് കിട്ടുമോ ഇവിടെ നിന്നിട്ട് കാര്യമാണ്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് ആയിരിക്കും. 5 വർഷം ഇവിടെ നിൽക്കുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ നോർമലുള്ള പ്രൊഫഷണലായിരിക്കില്ല, ചിലപ്പം ഹസ്ബൻഡോ വൈഫോ ആയിരിക്കും അവരുടെ പ്രൊഫഷനിൽ വന്നത്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി ആ പ്രൊഫഷൻ മാറി ഹെൽത്ത് കെയർ വിസ എടുത്ത് വരുന്നവരും ഉണ്ടായിരുന്നല്ലോ ആ ഒരു ടൈമില്. എനിക്കറിയുന്ന ഒരു ഫാമിലി ഉണ്ട്, നാട്ടില് ഡോക്ടറായിരുന്നു, ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ എങ്ങാണ്ട് വന്ന് ലാസ്റ്റ് കെയർ വിസയിലായി. ഇപ്പൊ കെയർ വിസ ഇപ്പൊ മാറിയോന്ന് അറിയില്ല. അപ്പൊ അവരൊക്കെ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പൊ അവരുടെയും കാര്യം കൂടിയാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോൾ നാട്ടിൽ ലോൺ എടുത്തിട്ടായിരിക്കും വന്നത്, അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുറെ പേരും ഉണ്ട് അല്ലെ? അപ്പൊ ഇതിനിടയിൽ ഞങ്ങൾ ലൈവ് പോയിണ്ടായിരുന്നു, അത് ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ നേരം പോക്കെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുക, എന്താ കുറച്ച് ട്രാവൽ ചെയ്യുക, ക്യാമ്പിങ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ലൈഫിലോട്ട് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ഒരു ലൈഫ് എൻജോയ്മെന്റ് അങ്ങനെ ആക്കി. നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ വീഡിയോസിലൊക്കെ നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്നത് നമ്മൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. ഇപ്പൊ നമ്മൾ പുറമേ നിന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കും നമുക്ക് ഭയങ്കര ജാടയാണ്. നമുക്ക് ജാടയൊന്നുമല്ല, ആക്ച്വലി നമുക്ക് സംസാരിക്കാൻ ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവരെ കാണുമ്പോൾ പേടിയാ, അത് നമ്മളോടൊന്നും മിണ്ടിയ നമ്മളത് തിരിച്ചു മിണ്ടും അല്ലേ? എന്ത് മിണ്ടു എനിക്ക് അത് ഭയങ്കര പ്രശ്നം. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല, എന്നോട് മിണ്ടുന്ന ആൾക്കാരോട് ഞാൻ മിണ്ടും, പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് ആരോട് അധികം. നിങ്ങൾ കാണുന്ന ഒരാളെ അല്ല ഞാൻ എനിക്ക് വീഡിയോയിൽ മാത്രമേ എന്നെ അല്ലാതെ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും ഞാൻ ഇങ്ങനെയല്ല. ഞാൻ ഇതുപോലെ ഈ വീഡിയോയിൽ വന്ന് നന്നായി എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ, പക്ഷെ ആൾക്കാരെ കണ്ടാൽ മിണ്ടൂല, അല്ലാതെ ആക്റ്റീവ് അല്ലല്ലോ, എന്താണ് അങ്ങനെ നമ്മളിങ്ങനെയാണ് ഗൈസ്. അപ്പൊ പിന്നെ വേറെ പറയാനുള്ള, അപ്പൊ പിന്നെ എന്താ പറയാ, അപ്പൊ നിങ്ങള് നിങ്ങളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിക്കുക. അപ്പോഴേ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ പറയാ, രണ്ടുപേരും, അതായത് ഹസ്ബൻഡും വൈഫും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വേണം. ഇത് കട്ടാക്കി ഞങ്ങൾ അടിയാക്കും, അത് വേറെ കാര്യം. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിനെ പറ്റി അത് സാധാരണ അടികളാണ് ഞങ്ങൾ അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ മമ്മി വിളിച്ചു ചോദിക്കും നിങ്ങൾ എന്തിനാണ് അടി ഉണ്ടാക്കുന്ന കാര്യമൊക്കെ വീഡിയോ പറയും. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് പോകുന്നവരുണ്ട് കേട്ടോ. ഈ ഒരു പ്രശ്നങ്ങളൊന്നും അല്ല, ക്ലൈമറ്റ് പിടിക്കാതെ. എനിക്കറിയുന്ന കുറേ ഫാമിലീസ് ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് പിടിക്കാതെ പോയിട്ടുണ്ട്. ഇത് ഭയങ്കരത്തിൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഒരു വെയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒടുക്കത്തെ വെയിൽ, അതൊരു 3-4 ദിവസം ഉണ്ടാവുള്ളൂ താനും. പിന്നെ ഈ മഴയും ഒരുമാതിരി തണുപ്പും അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണത്. അതുകൊണ്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുന്നവരും നല്ലതാണ്. മറ്റേ കൂട്ടി ഈ പറഞ്ഞ പോലെ പോകുന്നവർ അങ്ങനെ ഞങ്ങൾ ഓടുക രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നവരോട് ഇപ്പം നമുക്ക് എന്താ പറയാനുള്ളത്, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഗൈസ് അല്ലേ? അതേപോലെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഉപദേശം തരുന്നൊന്നും അല്ല, ഉപദേശം തരാനൊന്നും ഞങ്ങളൊന്നും വലിയ ആൾക്കാരൊന്നും അല്ല. ഞങ്ങൾ ഇവിടെ വന്ന ആകെ 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള പാവൻ 2 പേട്ട് പിള്ളേര് അല്ലേ? ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ വീഡിയോയിലിരുന്ന് തള്ളും. അതുപോലെ ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും നമ്മളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് ആ ഒരു രീതിയിലാണ് കേട്ടോ പറയുന്നതും ചെയ്യുന്നതും അല്ല. അല്ലാതെ നമ്മൾ വലിയ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഇത് പഠിച്ച് ചെയ്യുന്നതൊന്നും അല്ല. മിന്നു ഇന്നാളെ മറ്റേത് ഇമിഗ്രേഷൻ ഓഫീസർ പോലെ മാത്രല്ല നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് വേറെയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ B1ന്റെ കാര്യവും B1ന്റെ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലേ? എന്റെ PR-ന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് UK ഗവൺമെന്റ് സൈറ്റ് കയറി നോക്കിയാൽ മതി. പിന്നെ നമുക്കിവിടെ ഒരു ഇതിനു വേണ്ടി അങ്ങ് ചെയ്യുന്നുള്ളൂ അല്ലേ? 4 പേര് കാണട്ടെ എന്നുള്ള രീതിയിൽ അല്ല. ചിലവർക്ക് ഇഷ്ടം പെട്ടെന്ന്, ചിലർക്ക് ഓവർ സെർച്ച് ചെയ്യാനൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. പെട്ടെന്ന് ഇങ്ങനെ നോക്കി ചെയ്യുന്നത് അങ്ങനെയാകുമ്പോൾ അത് എളുപ്പമുണ്ടല്ലോ, അങ്ങനെ ചെയ്യാം. കാരണം ഞാൻ ഈ ആമിയുടെ ബർത്ത് രജിസ്ട്രേഷന്റെ ആ ഒരു ടൈമിൽ കുറേ സ്ട്രഗിൾ ചെയ്തു, ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ടിട്ട്. അത് പക്ഷെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ PR-ന്റെ വീഡിയോ ഇടണമെന്ന് ചോദിച്ചത്. പക്ഷെ ഒരുപാട് കമന്റ് വന്നു ഇടാൻ പറഞ്ഞ്. അപ്പൊ ഞാൻ ചെയ്തത് എങ്ങനെയാണ് ആ ഒരു രീതിയിൽ ഞാനത് ഇട്ടു. അത്രേ ഉള്ളൂ. പിന്നെന്താ പറയാനുള്ള, വേറെ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾ ഇതും ഒരു ചുമ്മാ ഒരു ഇതായിട്ട്, അതായത് കേക്ക് അതിലെ കളയാന്നുള്ള രീതിയിൽ പറയുക. ഞങ്ങളൊരു പോഡ്കാസ്റ്റ് പോലെ തുടങ്ങിയതാണ്. പോഡ്കാസ്റ്റേ ഇങ്ങനെ പോഡ്കാസ്റ്റ് പോവാനല്ലോ, ഇത് ഇങ്ങനെ നമ്മൾ മാത്രമേ പോഡ്കാസ്റ്റ് പോകുന്നുണ്ടാവുള്ളൂ. പോഡ്കാസ്റ്റ് പോകുന്നവർക്ക് നടക്കണേ നമ്മളെ ഓരോരോ പരിപാടികളല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല അല്ലേ? പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.